യേശുവേ സ്തുതിക്കും, നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും, നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോരെ, രാജാതിരാജാവായോനെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോരെ, രാജാതിരാജാവായോനെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഏപ്രിൽ 14 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ കർത്താവിനെ സഹായിച്ചു നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത്, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, അബ്രഹാമിനെ കർത്താവ് വിളിച്ചു വേർതിരിക്കാനിടയായി. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചിട്ട് അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്, നീ തല പൊക്കി നോക്കുക, അത് ഞാൻ നിനക്ക് തരാനിടയാകും. നീ ദേശത്ത് കുറുകയും നെറുകയും നടക്കുക, അത് ഞാൻ നിന്റെ കൈകളിൽ തരാനിടയാകും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചലിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവ് ചിലത് ചെയ്തുകൊണ്ടായിരിക്കുക. അതിൻ്റെ ഭാഗമാക്കി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. ബി വിത്ത് ഗോഡ്. കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലത് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നതിലേക്ക് വരാം. ഒരു നല്ല ആമീൻ പറ. നിങ്ങളിൽ ഇത് ചലിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ ഇത് അങ്ങനെ തോന്നുന്നവരോടുമുള്ള മാത്രമുള്ള ദൂതാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്തി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി തുടങ്ങിയാൽ അവരോടുള്ള ദൂതാ ഞാൻ ഈ പറയുന്നത്. യെശയ്യാവ് 54:2, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. എല്ലാ സൈറ്റ് ഓഫ് യുവർ ടെന്റ്. അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൂടാരത്തെ വിശാലമാക്കുക. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ? അടുത്ത വാചകം, നിന്റെ നിവാസങ്ങളുടെ തിരശീലകൾ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകൾ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. അടുത്ത വാചകം, നീ ഇടത്തോട്ടും വലക്കോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യണം. ആത്മീയമായൊരു നിലവാരത്തിലേക്ക്, അടുത്ത നിലവാരത്തിലേക്ക് സ്പിരിച്വലി നീ വളരുന്നെന്ന് നിനക്ക് മനസ്സിലായാൽ, ഒന്നുകൂടെ പറയുവോ, ആത്മീയമായി നീ പടരുന്നു എന്ന് നിനക്ക് മനസ്സിലായാൽ, അടുത്ത നിലവാരത്തിലേക്ക് നീ ഉയരുന്നു മനസ്സിലായാൽ, ഞാൻ കർത്താവിൽ നിന്ന് കേട്ടൊരു ശബ്ദം പറയാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. enlarge your tent. ഞാൻ ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കുക, നിന്റെ കൂടാരത്തെ ദൈവം വിശാലമാക്കുമെന്നല്ല കേട്ടോ, നിന്റെ കൂടാരത്തെ നീ വിസ്തൃതപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം, നിന്റെ കൂടാരത്തെ നീ എന്ത് ചെയ്യണം? നീ വിസ്തൃതപ്പെടുത്തണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏലിശ പ്രവാചകന്റെ കാലത്ത് ശിഷ്യന്മാർ തന്റെ അടുക്കൽ വന്നിട്ട് ശിഷ്യന്മാർ പറയുക, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതൊന്ന് നീ അറിയുന്നുവല്ലോ.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രവാചകന് അവർ കിടക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണെന്ന് മനസ്സിലായില്ലേ? അപ്പോ അവർ താമസിക്കുന്ന സ്ഥലം ചെറുതായി പോയെന്ന് മനസ്സിലായോ? അല്ല, നീയാണ് തീരുമാനിക്കേണ്ടത് എവിടാണ് നീ കിടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഓ, തുള്ളിച്ചാടി രാമേൻ പറഞ്ഞു, നിന്റെ കൂടാരത്തിന്റെ വിസ്തൃതിയെ നീ തീരുമാനിക്കണം. ആമേൻ. അത് നിനക്ക് നീ തോന്നും ഞാനാ തീരുമാനിക്കുക. അങ്ങനെയല്ല. നിനക്ക് നിന്റെ കൂടാരത്തെ വിസ്താരമാക്കണമെന്ന് തോന്നുമ്പോ ഇച്ഛിക്കുക, പ്രവർത്തിക്കുക എന്ന് തോന്നുന്നത് തിരുവുള്ളമാണ്. ആ അതിരുകളെ വിസ്താരമാക്കാൻ നിനക്ക് തോന്നിയത് വെറുതെ തോന്നിയതല്ല. അത് ദൈവം നിന്റെ ഉള്ളിൽ തരുന്ന പ്രേരണയാണ്. ഓ, വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ പോണോ തോന്നുന്നെങ്കിൽ ചാടിക്കോണം കേട്ടോ. ഈ വർഷം സാധിക്കും. ആമേൻ. ഫ്ലാറ്റിൽ നിന്ന് സ്വന്തമായിട്ട് വില്ലയിലേക്ക് പോണോ തോന്നുമ്പോ ചാടിക്കോണം. ഈ വർഷം സാധിക്കും. ആമേൻ. ഒരു വീടും കൂടെ മേടിക്കണം തോന്നുന്നെങ്കിൽ ചാടിക്കോണം. ഈ വർഷം സാധിക്കും. ആമേൻ. 5 ഏക്കർ സ്ഥലം മേടിക്കണം തോന്നുന്നെങ്കിൽ ചാടിക്കോണം. ഈ വർഷം അത് സാധിക്കും. കാരണം നിന്റെ അതിരുകളെ നീ വിശാലമാക്കണം. നിന്റെ അതിരുകളെ 5 ഏക്കർ സ്ഥലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് 100 ഏക്കറിലേക്ക് വർദ്ധിക്കുന്ന വിധത്തിലെ ഈ വർഷം ചിലത് നടക്കട്ടെ. ലാന്തോരോ നീ അഞ്ചലിന്റെ അതിരുകൾ വർദ്ധിക്കട്ടെ. തിരുവനന്തപുരത്തിന്റെ അതിരുകൾ വർദ്ധിക്കട്ടെ. You have to do it. നിന്റെ അതിരുകളെ ദൈവം വന്ന് കുറ്റിപറിക്കുകയില്ല. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നിന്റെ അതിരുകളെ നീ കുറ്റിപറിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും ചിന്തിച്ചു, കർത്താവേ, ഞാൻ തമിഴിൽ എന്റെ പാട്ടുകൾ ചെയ്യണോ, ഹിന്ദിയിൽ പാട്ടുകൾ ചെയ്യണോ, ഇംഗ്ലീഷിൽ പാട്ടുകൾ ചെയ്യണോ? അതിരുകളെ നീയാ തീരുമാനിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അതിരുകളെ നീയാ തീരുമാനിക്കുന്നത്. നീ അതിരുകളെ വിസ്താരപ്പെടുത്താൻ നീ തീരുമാനമെടുക്കുമ്പോ അതിന് ദൈവം കൂട്ടുനിന്നിട്ട് പറയും, yes, my kingdom is establishing. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ ശരിയാവുന്നേ? സ്വർഗം പറഞ്ഞത്, ഞാൻ എന്നോട് പറഞ്ഞത്, ജാതികളെ അവകാശമായി ചോദിക്കേ, രാജ്യങ്ങളെ അവകാശമായി ചോദിക്കേ, അത് ഞാൻ നിനക്ക് തരാമെന്നാ പറഞ്ഞത്. അതിന് അർത്ഥം, ഇനി വിശാലപ്പെടുത്താൻ നീ ദൈവത്തോട് ചോദിക്കേണ്ട, വിശാലപ്പെടുത്താനായി നീ മുന്നോട്ട് ഇറങ്ങിയാ മതി. വിശാലത നിന്റെ മേൽ വെളിപ്പെടാനായി തുടങ്ങും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവൻ കൂടാരത്തിൽ അതിരുകൾ വിസ്താരമാക്കി. യേശുവൻ കൂടാരത്തിൽ അതിരുകൾ വിസ്താരമാക്കി. രാജ്യങ്ങൾ ദേശങ്ങൾ കൈവശമാക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും ഉയർത്തി. രാജ്യങ്ങൾ ദേശങ്ങൾ കൈവശമാക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും ഉയർത്തി. ഓ, യേശുവൻ കൂടാരത്തിൽ അതിരുകൾ വിസ്താരമാക്കി. യേശുവൻ കൂടാരത്തിൽ അതിരുകൾ വിസ്താരമാക്കി. രാജ്യങ്ങൾ ദേശങ്ങൾ കൈവശമാക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും ഉയർത്തി. രാജ്യങ്ങൾ ദേശങ്ങൾ കൈവശമാക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും ഉയർത്തി. അയുടെ വീണ്ടെടുപ്പുകാർ ജീവിക്കുന്നേ. എന്നുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നേ. അതിരുകളെ വിസ്താരമാക്കുക. പറ. യേശു ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിന് 34 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ യേശു പറയുന്നൊരു മറുപടിയാ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെയാണ് ചെയ്തു തന്നെയാണ്, അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെയാണ് എന്റെ ആഹാരം. എന്നിട്ട് പറഞ്ഞിട്ട് യേശു വ്യത്യസ്തമായൊരു മറുപടി പറഞ്ഞു. നമുക്കറിയാം, ശമര്യക്കാരിയുടെ കഥയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമായി പറയുന്നു. ശമര്യക്കാരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ മടങ്ങി വന്നപ്പോൾ അവന് ഭക്ഷണം കൊടുത്തപ്പോൾ പറയുക, ഭക്ഷണം വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിവർത്തീകരിക്കുന്നതാണ് എൻ്റെ ആഹാരം. എന്നിട്ട് തുടർന്ന് കർത്താവ് പറയുക, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ?
ഇപ്പോൾ തല നോക്കിയാൽ, തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. കോൺട്രഡിക്ടറി ആയ ഒരു വേർഡ് പറയുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. അന്ന് നമ്മൾ കൊയ്ത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ പണ്ഡിതാക്കന്മാർ പറയുന്നത് ഏപ്രിലിന് മുമ്പാണ്. ഏപ്രിൽ എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് നാളിന് മുമ്പാണ് അവരുടെ യവത്തിന്റെയും പിന്നീട് ഗോതമ്പിന്റെയും എന്ത് നടക്കേണ്ടത്, പെരുന്നാൾ നടക്കേണ്ടത്. 4 മാസം മുമ്പാണ് യേശു കർത്താവ് ഈ വധ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസംബറിനോട് ബന്ധിക്കപ്പെട്ടാണ് യേശു കർത്താവ് ഈ കഥ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് കൊയ്ത്തിന് യാതൊരു സാധ്യതയില്ല. പക്ഷെ യേശു പറയുക, നിങ്ങൾ തല ഉയർത്തി നോക്കുക, ഇപ്പോൾ തന്നെ നിലങ്ങൾ എന്തിനു കാണാം, പാടങ്ങൾ വിളഞ്ഞിരിക്കുന്ന കാണാം. യേശു എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദയുയർത്തി ഹല്ലേലൂയ പറയാവോ? യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശു പറഞ്ഞ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ തൊട്ട് താഴേക്ക് വായിച്ചാൽ, അതിന്റെ 39 വാക്യങ്ങൾ വായിച്ചാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. യേശു പറഞ്ഞത് തൻ്റെ അടുക്കൽ വരുന്ന ശമരിയക്കാരെ കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ കൊയ്ത്തിനായി ശമരിയ പട്ടണം ഒരുങ്ങിയിരിക്കുകയാണ്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ ആ ശമരിയക്കാരി സ്ത്രീ ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പറയുകയും അത് നിമിത്തം യേശുവിനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ വരുന്നതും കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ പട്ടണങ്ങൾ കൊയ്ത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? സത്യത്തിൽ തല ഉയർത്തി നോക്കേണ്ടത് എവിടെയാണ്? സ്പിരിച്വലായാണ് തല ഉയർത്തി നോക്കേണ്ടത്. എവിടെയാണ് തല ഉയർത്തി നോക്കേണ്ടത്? സഹോദരങ്ങളെ, നിങ്ങളുടെ വിശാലത നിങ്ങൾ കാണണമെങ്കിൽ തല ഉയർത്തി നോക്കണം. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ ടെന്റിന്റെ അതിരുകൾ വിതാരമാക്കണമെങ്കിൽ നിന്റെ തല ഉയർത്തി നോക്കണം. ആമേൻ. വരാൻ പോകുന്നത് കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ടെന്റിനെ വിശാലപ്പെടുത്താൻ പറ്റത്തുള്ളൂ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൊറോണ നിമിത്തം ചർച്ചുകൾ ചുരുങ്ങിപ്പോയത് കാണുന്നവരല്ല ടെന്റിനെ വിശാലപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ആരെയും കാണാനില്ല. എന്നോട് കർത്താവ് സംസാരിച്ച വാചകമായി പറയുന്നത്, ഇപ്പോൾ ആരെയും കാണാനില്ല. യേശു മാത്രമാണ് ആ സ്ഥലത്തുള്ളത്. ശിഷ്യന്മാർ മാത്രമാണ് ആ സ്ഥലത്തുള്ളത്. ശമരിയക്കാരി സ്ത്രീയെ ശമരിയയിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞു. പക്ഷെ യേശു കാണുകയാ, ഒരു കൂട്ടം അവിടുന്ന് നേരച്ചു കയറി വരുന്നുണ്ട്. ഒരു കൂട്ടം ഇരച്ചു വരുന്നുണ്ട്. ഒരു വലിയ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. ശിഷ്യന്മാർക്ക് അപ്പോഴും മനസ്സിലായി കാണില്ല എന്താ ഈ പാടം വിളഞ്ഞു കിടക്കുന്നതെന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ 39 മുതൽ വാക്യങ്ങൾ പറയുന്നത്, സ്ത്രീ പറഞ്ഞ സാക്ഷി നിമിത്തം ശമരിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ അടുക്കൽ വരികയാ. അവൻ ആ 2 ദിവസം ശമരിയ പട്ടണത്തിൽ താമസിക്കുകയാ. അത് നിമിത്തം ശമരിയ പട്ടണത്തിൽ ആദ്യത്തെ ഉണർവ് നടക്കുകയാമേ. ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുവോ അടുത്ത കാലഘട്ടത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമെന്ന്? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് കാണാൻ കഴിയുമോ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ആമേൻ. കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈയെടുത്തിട്ട് പറ, ടെന്റിന്റെ അതിരുകൾ വിശാലപ്പെടുത്തണം. ടെന്റിന്റെ അതിരുകൾ വിശാലപ്പെടുത്തണം. നീ കെട്ടിയിരിക്കുന്ന ടെന്റിന്റെ അതിരുകൾ വിശാലപ്പെടുത്തണം. അബ്രഹാമിനോട് ദൈവം ഒരു വാചകം പറഞ്ഞു. അബ്രഹാമേ, ലോത്തിനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ദൈവം അബ്രഹാമിനോട് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, തല ഉയർത്തി നോക്ക. എല്ലാവരും പറ, തല ഉയർത്തി നോക്ക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇടക്കോട്ടും വലക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക. ഞാൻ അതുവരെ അബ്രഹാമിനെ പഠിച്ചപ്പോഴേ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരാനാ പറഞ്ഞേ. യേശു കർത്താവ് പറഞ്ഞു കേട്ടിട്ട് അബ്രഹാം എന്ത് ചെയ്തു? തെക്കോട്ട് യാത്രയായി എന്ന് എഴുതിയിരിക്കുന്നേ. ഒരു നല്ല ആമീൻ പറയാവോ? എന്നാൽ ലോത്ത് മരിച്ചതിന് ശേഷം അബ്രഹാമിനോട് ദൈവം പറയുക, തല ഉയർത്തി നോക്ക. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു പുതിയ ഉത്തരവാദിത്വം അബ്രഹാമിന് കൊടുക്കുക. ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, അതിന്റെ അതിരുകളെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നീ തല ഉയർത്തി നോക്കി കാണണം. ഒന്ന് കൈ അടിച്ചില്ലല്ലോ അതിനാരും. ഒന്നും കൂടെ പറയാം, ഞാൻ നിന്റെ അതിരുകളെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ മാത്രം കണ്ടാൽ പോരാ, നീ തല ഉയർത്തി നോക്കി കാണണം.
ഒന്നും കൂടെ പറയാം. അബ്രഹാമിനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് സമുദ്രത്തിന്റെ അതിരുകളും നദിയുടെ അതിരുകളും അവർ താമസിക്കുന്ന അതിരുകളും അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അബ്രഹാം അത് കാണണമെങ്കിൽ അവൻ ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരണം. നിന്റെ തല നീ ഉയർത്തണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. ഈ പകൽ ഈ വർഷം നടക്കാൻ പോകുന്ന ദൈവിക പ്രവർത്തികളെ കാണുന്നവർ അവർ തല ഉയർത്തി നോക്കിയിട്ട് എന്റെ ഉത്തരവാദിത്തങ്ങൾ എവിടെയായിരിക്കണം ചെയ്യേണ്ടത്, ഞാൻ ഏത് റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് വരേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് വരണമെന്ന് പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുകയാണ്. ഒന്ന് കരമുയർത്തി പറയാവോ? ഹല്ലേലൂയ. എന്നോടൊപ്പം പറഞ്ഞേ അബ്രഹാമിന്റെ ദൈവം പറയുക ഇതിൽ വലിയ കാര്യമോ സോളി? അബ്രഹാമേ, തല ഉയർത്തി നോക്കുക എന്നുള്ളത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിന്റെ ഉത്തരവാദിത്വമാണ്. നോക്കുക എന്നത് നിന്റെ തീരുമാനമാണ്. ഞാനായിട്ട് നിന്റെ തല പിടിച്ച് പൊക്കത്തില്ല, ഞാനായിട്ട് നിന്റെ പൊക്കി പിടിച്ച് കാണിച്ചു തരത്തുമില്ല. നീ തല പൊക്കുന്നത് വരെ നീയാണ് തല ഉയർത്തുന്നത്, നീയാണ് കാണേണ്ടത്, നീയാണ് നോക്കേണ്ടത്. അടുത്ത വാചകം പറയുക, ദേശത്ത് നെറുകയും കുറുകയും നീ നടക്കണം. ഞാൻ നടക്കത്തില്ല, നീ നടക്കണം. ഞാനല്ല നടക്കേണ്ടത്, നീ നടക്കണം. നീ നടക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും, നീ കാണുന്ന ദേശം നിനക്ക് തരും. ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. കുറെ ആളുകൾ പറയുന്നത് ദൈവം എന്നെ ഉയർത്തുമ്പോൾ ഉയർത്തട്ടെ, ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കട്ടെ, ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കട്ടെ. എന്റെ പൊന്നു ചേട്ടാ നടക്കുന്ന കാര്യമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, പൊന്നു ചേട്ടാ നടക്കുന്ന കാര്യമല്ല. ദൈവം നിന്നെ ഉപയോഗിക്കാനാ വിളിച്ചതാ, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താനാ വിളിച്ചതാ. അബ്രഹാം പിതാവിനോട് കർത്താവ് പറഞ്ഞു, തല ഉയർത്തി നോക്ക, നീ കാണുന്നതാ നിനക്ക് തരാൻ പോകുന്നേ. ഇറങ്ങി നടക്ക, നീ ചവിട്ടുന്നതാ തരാൻ പോകുന്നേ. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു, ദൂതിലേക്ക് വരുക. ഇന്നലെ വരെ 2022 വരെ നിനക്കുണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റി അല്ലാതെ അതിനകത്ത് കടന്ന് കറങ്ങാതെ, എല്ലാവരും പറ, അതിനകത്ത് കടന്ന് കറങ്ങാതെ നിന്റെ വിശാലത കണ്ടുകൊണ്ട് ഒരു പുതിയ ഉത്തരവാദിത്വത്തെ എടുക്കണം. എന്നെ ജോയിന കേട്ടോ. 2022 എങ്ങനെയായിരുന്നു? അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയി ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതത്തിനോട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. 2023, 2024, 2025 ഈ വരുന്ന വർഷങ്ങളിൽ ദൈവം വലിയൊരു കാര്യം ചെയ്യാൻ പോവുക. അതിനായിട്ട് ദർശനം പ്രാപിച്ചവരായി, അതിനു വേണ്ടിയ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരായി ആരെങ്കിലും ഈ പകൽ തന്റെ ഹൃദയത്തെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അവരെയാണ് ഈ വർഷങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അബ്രഹാമിനൊരു പുതിയ ഉത്തരവാദിത്തം കാണണം. അതുവരെ ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ ഉത്തരവാദിത്വം എന്നാണെന്നറിയോ? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരണമെന്നായിരുന്നു. പക്ഷെ അന്നു മുതൽ അബ്രഹാമിന്റെ ഉത്തരവാദിത്വം എന്നാണെന്നറിയോ? നീ കാണണം, നീ ചവിട്ടണം. ഒന്ന് പറഞ്ഞ്, നീ കാണണം, നീ ചവിട്ടണം. നീ കാണുന്നത് ഞാൻ തരും, നീ നടക്കുന്നത് ഞാൻ തരും. നിന്റെ ഉള്ളിൽ ഞാൻ തന്ന സ്വപ്നങ്ങൾ നീ കാണാൻ തുടങ്ങണം. അവിടെയാ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നേ. ബ്രദറെ, ഈ അമ്മയുടെ പേര് അംബിക. അമ്മ വരുന്ന കടക്കൽ നിന്നാണ്. അമ്മ പറയുന്ന സാക്ഷ്യം 2010 അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് 2 കണ്ണിൻ്റെയും കാഴ്ച പോയിരുന്നു. അതുപോലെ സംസാരിക്കാൻ കഴിയത്തില്ലെന്നായിരുന്നു അമ്മ പറയുന്നത്. അമ്മ പറയുന്ന 22 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലായിരുന്നു. അതുപോലെ 1.5 മാസത്തോളം ഹോസ്പിറ്റലിലും അമ്മ അഡ്മിറ്റ് ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ ഡോക്ടർമാർക്കോ ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, എന്നാൽ ഒരേ ഒരാൾക്ക് മാത്രമേ വല്ലതും ചെയ്യുവാൻ കഴിയൂ, അത് ദൈവത്തിന് മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി അമ്മ വീട്ടിൽ വന്നു. അന്ന് അമ്മ വളരെ ഭാരത്തോടെയാണ് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കണ്ണ് കാണാത്ത ഒരാളായിട്ടും സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുമായിട്ടും ഇനി ജീവിക്കണമല്ലോ എന്നുള്ള ഒരു വിഷമം അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് രാത്രി അമ്മ പറയുന്നത്, സൂര്യനേക്കാൾ വലിയൊരു പ്രകാശം അമ്മയുടെ കണ്ണിൽ തട്ടി. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് ആമേൻ.
അമ്മയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ എങ്ങനെയാണ് പറയുന്നത്, അമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നത് അമ്മ സ്വപ്നത്തിലാണ് ഇതൊക്കെ കാണുന്നതെന്നുള്ള ചിന്തയിലായിരുന്നു അമ്മ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെ വീട് അമ്മയ്ക്ക് സ്ട്രോക്ക് വരുന്നതിന് തൊട്ട് മുമ്പെയാണ് പെയിൻ്റ് അടിച്ചത്. അപ്പോൾ അമ്മ പറയുന്ന ആ കളറൊക്കെ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അമ്മ വീണ്ടും തുറന്നു നോക്കിയപ്പോൾ അമ്മയ്ക്ക് വീണ്ടും കാണാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് എൻ്റെ കണ്ണ് തുറന്നത് തന്നെയാണെന്ന്. അമ്മ യേശുവേ എന്ന് ഉറക്കെ വിളിച്ചു. ഈ സൗണ്ട് കേട്ടുകൊണ്ട് അമ്മയുടെ മക്കള് ഉണർന്നെഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് കണ്ടിട്ടാണ് ഭയന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അമ്മയുടെ മകൻ 1 രൂപയുടെ ഒരു തുട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു ഇത് എത്ര രൂപയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു ഇത് 1 രൂപയുടെ നാണയമാണെന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് അമ്മയുടെ മകൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മകൻ കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയോ അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ചർച്ചിൽ വരുന്നത് മകന് ഭയങ്കര തടസ്സമായിരുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു, ബഹളമായിരുന്നു മകൻ എന്ന ഈ സംഭവത്തോടുകൂടി അമ്മ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് യാതൊരു പ്രയാസവും ആ വീട്ടിലില്ലെന്നാണ് അമ്മ പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിന് എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാം. കർത്താവ് കൊടുത്ത അത്ഭുത വിടുതലിന് നന്ദി പറയാം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അത്ഭുതങ്ങൾ സാധാരണമാണ്. ഇന്നും യേശു ജീവിക്കുന്നു. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഇത് ചേച്ചിക്ക് കർത്താവ് കൊടുത്ത ദർശനമാണ്. കർത്താവ് ആ വീടിനെ സന്ദർശിച്ചു. സന്തോഷമായിട്ട് പോയാട്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഏപ്രിൽ 14 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിച്ച കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച്, ശബ്ദത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് എത്രത്തോളം നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നു. അതാണ് എൻ്റെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത്. അബ്രാമിനെ നോക്കാം. അബ്രാമിനോട് പറഞ്ഞതിലെല്ലാം അബ്രാം വിശ്വസ്തയോടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നടത്തുന്ന അനുഭവത്തിലേക്ക് ആ ശബ്ദത്തെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഓരോ വ്യക്തികൾക്കുമായും സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അപ്പോൾ ദൈവജനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന അവിടുത്തെ ആലോചനകൾക്കായി നന്ദി. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ നടത്തുന്ന പിതാവിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, നാശത്തിലായിരിക്കുന്നവർ, ഇടർച്ചയിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, കർത്താവെ ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സ്വസ്ഥതയില്ലാതാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പ, നീങ്ങിപ്പോകട്ടെ അപ്പം. എനിക്കൊരു വീട് കാണാം. ആ വീട്ടിൽ ആ അമ്മ കരയുന്നത് കാണാം. സന്ധ്യ ആയാൽ ആഹാരം പോലും കഴിക്കാൻ കഴിയത്തില്ല. അത്രത്തോളം അസമാധാനം ആ വീട്ടിൽ വസിക്കുന്നു. ആഹാരമുണ്ടെങ്കിൽ പോലും അത് കഴിക്കാൻ കഴിയുന്നില്ല. കർത്താവെ, ആ വിധത്തിൽ ആ വീടിനോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പ. പിശാച് കൊണ്ടുവരുന്ന എല്ലാ ഭയത്തിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ അപ്പ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആ വീട്ടിൽ വാദിക്കുന്ന ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, അവിടെ വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ സന്ധ്യയാവുമ്പോൾ കർത്താവെ ഉണ്ടാകുന്ന എല്ലാ ഇടർച്ചകളുടെ ശബ്ദങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയും. നിങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ അപ്പാ, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കടക്കട്ടെ അപ്പാ. യേശുവേ അപ്പാ, നിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവിൽ നടക്കുവാനിടയാകട്ടെ. അനുഗ്രഹിക്കുന്നു അപ്പാ. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഈ മെസ്സേജ് കേട്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അടുത്ത പടിയിലേക്ക് കൊണ്ടുവരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.